എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡാഡിയുടെയും മമ്മിയുടെയും വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഡാമിലാണ്. ആക്ച്വലി ഇത് മലങ്കര ഡാമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതിന് താഴെയായിട്ട് നല്ല റോഡാണ് കേട്ടോ. അതായത് ഇത് തൊടുപുഴയിൽ നിന്ന് മൂലമറ്റത്തേക്ക് പോകാനുള്ള പണ്ടത്തെ റോഡാണ്. കുഞ്ഞൊരു റോഡാണ്, ബസ്സൊക്കെ പോയിക്കൊണ്ടിരുന്ന റോഡാണ്. ഇവിടെ പിന്നെ പണ്ട് കുറേ വീടുകൾ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അവിടെയൊക്കെ ആയിട്ട് ഒത്തിരി വീടുകൾ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രൂഫായിട്ട് നമുക്ക് അവിടെയൊക്കെ കിണർ കാണാൻ പറ്റും. അവിടെ കിണറുണ്ട്, അതുപോലെ തന്നെ അവിടെയൊക്കെ കിണറുണ്ട്. അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. അവിടെയൊക്കെ കിണറുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കിണറുകളുണ്ട്. നല്ല വെള്ളമൊക്കെ കാണുമായിരിക്കും, കാരണം ഇതിൻ്റെ അടുത്തല്ലേ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ റോഡിൽ ഇപ്പോൾ വെള്ളം ഇല്ലെന്നേ ഉള്ളൂ. നമുക്ക് എവിടം വരെ വെള്ളം കയറുമെന്ന് വെച്ചാൽ ഇവിടം വരെ വെള്ളം കയറും, സാധാരണമാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമുക്ക് ആ കിണറിൻ്റെ കഴിഞ്ഞും വെള്ളം കയറുന്നതാണ്. ആ കിണറൊക്കെ വെള്ളം കയറാൻ മൂടിപ്പോയിട്ട് വരെ ഉള്ളതാണ്, അല്ലേ അമ്മേ? പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്നതൊക്കെ റിസോർട്ടാണ്. അവിടെ റിസോർട്ടാണ് അതൊക്കെ കാണുന്നത്. അത് റിസോർട്ടല്ലേ? അത് റിസോർട്ടാണ്. പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ. എന്ത് നല്ല അടിപൊളിയാന്ന് നോക്കി. പിന്നെ അവിടെ കുറേ കൊക്കുകൾ പറക്കുന്നുണ്ട്, മീൻ പിടിക്കാനൊക്കെ ആണെന്ന് തോന്നുന്നു. കൊക്കുകൾ, കാക്കകൾ, അവിടെ കുറേ കാക്കകൾ ഇന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല രസമല്ലേ വെള്ളമൊക്കെ കുടിക്കാനിരിക്കാൻ. പിന്നെ മേളിൽ കുറേ പോത്തുകൾ കെട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടൻ ടൈപ്പുള്ള മണ്ണ്, ആ ചെളിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ പോത്തുകൾ, അവിടെയൊക്കെ പോത്തുകളുണ്ട്. അങ്ങോട്ടൊന്ന് കാണിക്കേ, കണ്ടോ? അവിടെ പോത്തുകളുണ്ട്. ക്യാമറ കിട്ടിയില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എന്തുമാത്രം ചെടിയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുറേ വെറൈറ്റി ചെടികൾ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണും. ഇതൊക്കെ നെല്ല് പോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ചെടിയൊക്കെയാണ് കേട്ടോ. അതേ നോക്കി, അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ വയലറ്റ് ഷെയ്ഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചെടികൾ. ഇതൊക്കെ നോക്കി, ഇതിൻ്റെ മേളിൽ റെഡും താഴെ പച്ചയും നല്ല മിക്സറൊക്കെ ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് കുറേ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും വെള്ളപ്പൂവുള്ള ചെടിയൊക്കെ. ഓ, എന്ത് ക്യൂട്ടാന്ന് നോക്കി. ചെറിയതാണേലും നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടോ അടിപൊളി. പിന്നെ ഇവിടെയൊക്കെ ഇത് കണ്ടോ, നല്ല കളറുകളിലുള്ള ഒത്തിരി വെറൈറ്റി ചെടികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ പറയാനായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പിന്നെ എല്ലായിടത്തും ഉള്ള ചെടിയാണ് കേട്ടോ. ഉണ്ടോ, മിക്ക സ്ഥലങ്ങളിലും ഉള്ള ചെടിയാണ്. എന്നാലും ക്യാമറയുടെ മുന്നിൽ ഇതൊക്കെ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നല്ല വ്യൂ ആണ്. നല്ല വ്യൂ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ ആ കാണുന്നതാണ് എന്ത് മലയാ? മുതുമലയോ? മുതിയാമലയാണ് ആ വലിയ മല കാണുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ കുറേ ചേട്ടന്മാരൊക്കെ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ ഫുള്ള് മരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ്. എന്നാലും അതിൻ്റെ അപ്പുറത്തെ ഹൈവേ ആണ്. അതിൻ്റെ അപ്പുറത്തെ ഇടയ്ക്ക് കൂടെ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു മലയാണ്. ആ മല എലവിഴി പൂഞ്ചിറ എന്ന മലയാണത്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കാണുന്നത്. കാണാവോ? സൂം ചെയ്തെന്നോ? കാണത്തില്ലേ? ഒരു നീല കളർ കാണുന്നുണ്ട്. ഇതൊക്കെ ആ എലവിഴ പൂഞ്ചിറയുടെ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ കൂടെ സഹായിക്കുക.